രണ്ടാമത്തെയാണ് നമ്മുടെ ടെൻറ്റ്. ഹായ് ഫ്രണ്ട്സ്, ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ജസ്റ്റ് ഒരു ട്രിപ്പ് വന്ന് കരുതിയതാണ്. നേരെ വന്നത് മൂന്നാറിലേക്ക്. ഇത് മൂന്നാർ പോകുന്ന വഴിക്കൊരു വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ. ജസ്റ്റ് കണ്ടപ്പോൾ കയറിയതാണ്. ഞാനും ബ്രദറും കൂടെയാണ് ട്രിപ്പ് വന്നത്. അപ്പം ചെറിയൊരു വാട്ടർഫാൾസാണ്, പക്ഷേ അധികം ആളുകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയേക്കുന്നത് കണ്ടപ്പോൾ ഒരു ഫാമിലി ഇറങ്ങിയിട്ട് വന്നതാണത്. നല്ല രസമുണ്ട്, അധികം ആളില്ലാത്തത് കൊണ്ടും. സ്പോട്ട് പല്ലനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. സംഭവം അത്യാവശ്യം നല്ല വൈബുള്ള ചെറിയൊരു വാട്ടർഫോളാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തി. ഇപ്പോൾ ജസ്റ്റ് KSRTCയുടെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ബഡ്ജറ്റായിട്ട് സ്റ്റേ ചെയ്യാൻ KSRTC തന്നെ ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, 220 പെർ ഹെഡാണെന്ന് തോന്നുന്നു അല്ലേ? ബെഡിന് 220 പെർ ഹെഡാണെന്നാണ് തോന്നുന്നത്. ഇതാണ് ഡീറ്റെയിൽസ്. ഇതാണ് ബസ്സുകൾ ഇങ്ങനെ ഉണ്ടാവും. മൂന്നാർ KSRTC ഡിപ്പോട്ടിൻ്റെ 4 കിലോമീറ്റർ മാറിയിട്ട് പൊതമേട് വ്യൂ പോയിന്റ് എന്ന സ്ഥലമുണ്ട്. ആ വ്യൂ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു റിസോർട്ടിന്റെ വഴിയുണ്ട്. ടീ എസ്റ്റേറ്റ് അല്ലേ? ഒരു കിഡിലൻ സ്പോട്ടാണ്, ഞാൻ കാണിച്ചു തരാം. അധികം ആരുമില്ല, ഇനിയും താഴെ പോകാൻ പറ്റും. അതെ, നമ്മളിവിടെ നിർത്തി. ഇവിടെ അധികം ആരുമില്ല, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി സ്പോട്ടാണ് അല്ലേ? ഇതാണ് നമ്മളെ വന്ന വഴി. ഇതാണ് ഈ വഴി. ഇങ്ങനെ ഇറങ്ങിയിട്ട് താഴേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ അടിപൊളി സ്പോട്ട്, അവിടെ ആരുമില്ല, നല്ല കാറ്റ്, നല്ല കിളികളുടെ സൗണ്ട്, ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നാണ്ട് വരുന്നോ?
ക്യാമ്പ് ടോപ്പ് മൂന്നാർ എന്നുള്ളൊരു ക്യാമ്പിംഗ് സ്പേസിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവരുടെ വണ്ടി ഇവിടെ വരും. ഇവിടെ നിന്ന് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. നമ്മളിപ്പോൾ വെയിറ്റിംഗ് ആണ്. അവരുടെ വണ്ടി വരും. അത് കയറിയിട്ട് ഏകദേശം 2 കിലോമീറ്റർ അകത്തേക്ക് പോകണം. ഇതാണ് സ്പോട്ട്. CMC കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണത്. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അവർ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് പോകും. ഇവിടെ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ അടുത്ത് ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഫ്രണ്ടിലേക്ക്. അത്യാവശ്യം നല്ല ഓഫ് റോഡായിരുന്നു. പക്ഷെ ചെറിയ ഡിസ്റ്റൻസാണ്, പക്ഷെ നല്ല ഓഫ് റോഡായിരുന്നു. അതാണ് നമ്മൾ പോകുന്ന വഴി. ജീപ്പ് അവിടെ കൊണ്ട് ഇറക്കിയിട്ട് കുറച്ച് ദൂരം ഇതുവഴി സ്ട്രെയിറ്റ് നടക്കണം. നമ്മൾ നോർമൽ വണ്ടികളൊന്നും കയറി പോവില്ല. അപ്പം കംപ്ലീറ്റ് കാടിനകത്താണ്. വളരെ സൈലൻ്റാണ്. ചീവിടികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. അത്യാവശ്യം കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. ജീപ്പ് ഇറങ്ങിയാലും കുറച്ചധികം നടക്കാൻ തന്നെ ഉണ്ട്. പക്ഷേ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? അതെ, ശരിക്കും ഫോറസ്റ്റിൻ്റെ ഒരു അന്തരീക്ഷമല്ല, ശരിക്കും ഫോറസ്റ്റ് തന്നെയാണ് അല്ലേ? താഴെ ഇതാണ് നമ്മൾ വന്ന വഴി. അതിനകത്ത് ക്യാമ്പ് ടോപ്പ് എന്നുള്ള അത് കഴിഞ്ഞിട്ട് കയറി വന്ന വഴിയാണിത്. അവിടെ നിന്ന് അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. കയറി വന്നതും ഇങ്ങനത്തെ ഒരുപാട് ടെൻറ്റുകളാണ്. കയറിപ്പോകുന്നതും മുകളിൽ 2 താഴെ ഒരു 4 ഉണ്ട്. അവിടെ റെസ്റ്റ് റൂം തോന്നുന്ന ആ വൈറ്റ് കാണുന്നത്. അവിടെ ഞങ്ങൾ ഈവനിങ് ഇവിടേക്ക് വരുന്നതിന് മുന്നേ കഴിക്കാൻ അവിടെ അടുത്ത റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരുന്നു. അപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇവിടെ മണ്ണൊക്കെ നനവുണ്ട്. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞ 1 മാസമായിട്ട് ഈവനിങ് ടൈമിൽ ഇന്നും മഴയുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് ക്യാമ്പ് ഫയർ ചെയ്യുന്നത് നൈറ്റ്. അവിടെയാണ് ഓഫീസ് കാര്യങ്ങളൊന്നും അറിയില്ല, പോയി നോക്കണം. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതും വേറെ റെസ്റ്റ് റൂമാ തോന്നുന്നു. അതെ, റെസ്റ്റ് റൂമാണ്. ഇവിടെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. ഡിന്നറിനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വഴിയെ പറയാം. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ട്. സെറ്റല്ലേ? നല്ല കാടിനകത്ത് സ്പോട്ട്.
കൂജിക്കകത്ത് വെള്ളമുണ്ട്. ഓൾറെഡി ഇവിടെ വെള്ളത്തിന് തണുപ്പാണ്. പിന്നെ ഇതുകൂടെ നമുക്ക് സെറ്റാവും. അത്ര തണുപ്പുണ്ടോ നോക്കട്ടെ. നല്ല വെള്ളം, സെറ്റ് വെള്ളം. വന്നപ്പോൾ തന്നെ നല്ലൊരു മഴ തുടങ്ങി. ഇതാണ് നമുക്ക് കിട്ടിയ ടെൻറ്റ്. ഇതുപോലെ അകത്തുള്ള എങ്ങനെ സെറ്റപ്പ് നോക്കാം. ചാർജ് ചെയ്യാനുള്ള സംഭവം ഇവിടെ 2 ചെയറുണ്ട്. ടെൻറ്റിനകത്ത് കാണിക്കാം. ഇത് ടെൻറ്റിനകം കാണിക്കാം. ഇതാണ് ടെൻറ്റിനകത്തുള്ള സെറ്റപ്പ്. ഇതാണ് 2 പില്ലോ, ബ്ലാങ്കറ്റ്, 2 പില്ലോ. ഇതെല്ലാം അവർ ഡെയിലി ചേഞ്ച് ചെയ്യും. ഇപ്പോൾ മുന്നത്തെ ഗസ്റ്റ് പോയിട്ട് ആ പഴയത് അവർ കൊണ്ട് അകത്ത് വെച്ച് ക്ലീൻ ചെയ്തത് എടുത്തിട്ട് വന്നതാണ്. നല്ല നീറ്റാണ്. ഞങ്ങൾ വന്നതും നല്ല അടിപൊളി ക്ലൈമറ്റാണ് വീടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. നല്ല മഴയാണ് ഇവിടെ. നല്ല അടിപൊളി വൈബാണ്. ഫുള്ള് രാവിലെ തൊട്ട് ഉച്ചവരെ നല്ല വെയിൽ, അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം നല്ലപോലെ കോട ഇറങ്ങിയിട്ടുണ്ട്, ഒരുമിച്ച് മഴയും. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അടിപൊളിയല്ലേ? നല്ല വൈബാണ്. നല്ല കാടിനകത്തുള്ള ഫീല്, മഴ, സെറ്റ് വ്യൂ, അടിപൊളിയാണ്. ഞാൻ പറയുന്നത് കേൾക്കണ്ടോന്നും അറിയില്ല, കാരണം നല്ല മഴയാണ്, നല്ല രസമുണ്ട്. എനിക്കിപ്പോൾ ഇതാണ് ഓർമ്മ വരുന്നത്. സുഹൃത്തുക്കളെ, മണ്ണിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആരുടെ ഡയലോഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രയും അടിപൊളി സ്പോട്ടാണ്. നല്ലൊരു മഴ കഴിഞ്ഞു. നല്ല കിളികളുടെ സൗണ്ട് ഉണ്ട്. എന്താ റിപ്പോർട്ടൻ ബ്രദർ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ മലയിൽ നിന്ന് വെള്ളച്ചാട്ടം ഉണ്ട്. ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. പിന്നെ കോടയുണ്ട്. താഴെ ഫുള്ള് ഫോറസ്റ്റാണ്. ഇതാണ് രണ്ടാമത്തെയാണ് നമ്മുടെ ടെൻറ്റ്. നല്ല അടിപൊളി സ്പോട്ടാണ്. അതുമാത്രമല്ല നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, നല്ല വെൽക്കമിങ് ആണ്. വന്നതും നമുക്ക് എന്തെങ്കിലും വേണോ, ടീ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ വേണമെന്ന് ചോദിച്ചു. അത്യാവശ്യം നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, നല്ല നീറ്റായിട്ടുണ്ട്. നമ്മൾ വന്നതും ടെൻറ്റും എല്ലാവരും ക്ലീൻ ചെയ്തിട്ട് ഓൾറെഡി യൂസ് ചെയ്ത സംഭവമൊക്കെ മാറ്റി പുതിയ സെറ്റ് ചെയ്തു. ഇവിടെ പെർ ഹെഡിന് 1600 വരുന്നത്. ഒരു ടെൻറ്റിൽ 2 പേർക്ക് താമസിക്കാം. എൻ്റെ പുറകിലുള്ളത് കൂടുതലും കപ്പിൾസാണ് അവിടെ സ്റ്റേ ചെയ്യാറ്. ഇന്ന് പിന്നെ അധികം ഗസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് തന്നതേ ഉള്ളൂ. കപ്പിൾസ് കയറുന്ന സമയത്ത് ബാച്ചിലേഴ്സിന് പുറകിലും നമ്മൾ വന്ന വഴിയില്ലേ മുകളിൽ, അവിടെയും ഇവിടെ കപ്പിൾസിന് കൊടുക്കാറ്. അപ്പോൾ പ്രൈവറ്റൊക്കെ അത്യാവശ്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 2 മണിക്കാണ് ചെക്കിങ് കഴിഞ്ഞ് തന്നെ 4 മണിക്കൊരു ട്രക്കിംഗ് ഉണ്ട്. ഇന്ന് മഴയായതുകൊണ്ട് തന്നെ നല്ല റിസ്ക്കാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മോർണിംഗ് പോവാം, മോർണിംഗ് ഒരു 6 മണിക്ക് പോകാമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ ഈവനിങ് 7 മണിയാകുമ്പോൾ ക്യാമ്പ് ഫയർ, അതുപോലെ മ്യൂസിക്കൊക്കെ ഉണ്ടാവും. 9 മണിയാകുമ്പോൾ ഡിന്നർ ഉണ്ടാവും. പിന്നെ വെജാണോ നോൺ വെജാണോ നമ്മൾ പറഞ്ഞാൽ മതി. അവർ ചോദിക്കും, നമ്മൾ പറഞ്ഞാൽ മതി എന്താ വേണ്ടതെന്ന്. പിന്നെ മോർണിംഗ് 8:30ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. 11 മണിക്ക് ചെക്കൗട്ട്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ സൺറൈസൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ക്ലൈമറ്റിൽ സൺറൈസും സൺസെറ്റൊക്കെ കാണുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട വേറൊരു ഗസ്റ്റാണ് ബിന്ദു. ഇവിടെ മുകളിലൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടേക്ക് നടന്ന് നോക്കാം. ഇവിടെ ഇരിക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. ഈവനിങ് അങ്ങ് ലൈറ്റൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാം. എന്താണ് നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ എടുക്കാം.
നല്ല സ്പോട്ടാണ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കയറുമ്പോൾ ഞങ്ങളുടെ അടുത്തെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കയറാനാണ് പറഞ്ഞത്. കാരണം പിന്നെ നമ്മൾ ഇത്ര ദൂരമല്ല, അകത്തേക്ക് കുറച്ച് വരാനുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോകാനും പറ്റില്ല, ജീപ്പ് തന്നെ വേണം. പക്ഷേ ഇവിടെ വന്നിട്ട് അത്യാവശ്യം എന്തെങ്കിലും വേണം പറഞ്ഞാലും അവർ കൊണ്ടുതരും, എല്ലാം അറേഞ്ച് ചെയ്ത് തരും. ഇത് റെസ്റ്റ് റൂമാണ്, അത്യാവശ്യം നല്ല നീറ്റാണ്. ആ നീറ്റായി മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ ഗസ്റ്റ് ഓരോ ഡേ ചെക്കൗട്ട് കഴിയുമ്പോഴും നന്നായി ക്ലീൻ ചെയ്ത് നീറ്റായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആ ഏറ്റവും മുന്നിൽ കണ്ടത് കപ്പിൾസിനുള്ളതും ഇവിടെ ബാച്ചിലേഴ്സ് ഫ്രണ്ട്സിനൊക്കെ വന്നിരിക്കാനുള്ള സെറ്റപ്പാണ്. അവിടെ വ്യൂ കൂടുതലാണ്. ഇവിടെയും നൈസായിരിക്കും. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ആള് നല്ല കളിയാണ്, സെറ്റാണ്. ഇത് ബാച്ചലേഴ്സിൻ്റെ റൂമാണ്. ബാച്ചലേഴ്സ് പരിപാടി വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന റൂമാണ്. ഓപ്പണാണോ എനിക്കറിയില്ല, ഓപ്പണാണ്. ഇവിടെ സെറ്റ് ചെയ്ത് തരും. നിലവിൽ ഗസ്റ്റ് ഇല്ല. ഈ ടെൻ്റെല്ലാം നമ്മൾ കാണിച്ചു തന്ന പോലെ തന്നെയാണ്, നമ്മുടെ പോലെ തന്നെയാണ്. പിന്നെ ഇങ്ങനെ 3-4 പോയിന്റിലായിട്ട് ഊഞ്ഞാലുകളും 2 കപ്പിൾസിനും അതുപോലെ ബാക്കിയുള്ളവർക്കുള്ള സെപ്പറേറ്റ് വാഷ്റൂംസും, നന്നായിട്ട് പ്രൈവസിക്ക് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഇവിടുന്ന് കാണാം. ഇത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ചേട്ടൻ്റെ പേര് ബോണി എന്നാണ് ആളുടെ പേര്. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആളുടെ ഡീറ്റെയിൽസ്, ഇവിടുത്തെ ലിങ്ക്, മാപ്പ് ലൊക്കേഷൻ്റെ മാപ്പ് എല്ലാം കൊടുക്കാം. ഇവിടുത്തെ വ്യൂ ഇതാണ്. വ്യൂ നല്ല വ്യൂ ആണ്, നല്ല പ്ലേസാണ്. നമ്മുടെ ഈ ചീവീടിൻ്റെയും കിളികളുടെയും സൗണ്ട് അല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. ഇന്നാണെങ്കിൽ അധികം ഗസ്റ്റും ഇല്ല. ഗസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും ടെൻ്റൊക്കെ കുറച്ച് സ്പേസ് എല്ലാം ഒന്നും അടുത്തടുത്തല്ല, എല്ലാം വേറെ സ്പേസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കധികം സൗണ്ട് ഡിസ്റ്റർബൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ ഇവർ ഏകദേശം 6 വർഷം എങ്ങനെയാണ് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നന്നായി പോകുന്നുണ്ടെന്നാണ് ആൾ പറഞ്ഞത്. അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഇതൊരിക്കലും പ്രൊമോഷനല്ല, നമ്മൾ വന്ന് കണ്ട എക്സ്പീരിയൻസ് കൊണ്ട് പറയണം, അല്ലേ? നൈസ് പ്ലേസാണ്, നൈസ് ആൾക്കാരാണ്. എന്തിനും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയാം, ചോദിക്കാം, സീനില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവർ ചെയ്തു തരും. എങ്ങനെയുണ്ട്? കുറച്ചും കൂടെ ബാക്കിൽ പോയിട്ട് നന്നായിട്ട് ഫ്രണ്ട് നല്ല നൈസായിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാണ് നൈറ്റിലെ ടെൻറ്റിൻ്റെ വ്യൂ. ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നമുക്ക് കാണാം. ഉടനെ ഇരിക്കുന്നു, നൈസാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അധികം ഗസ്റ്റില്ലാത്തതുകൊണ്ട് തന്നെ, അധികം ഗസ്റ്റിലാന്നല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. സംഭവം ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല സൈലൻ്റാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആളുകളുണ്ടെങ്കിൽ അത് വേറൊരു വൈബാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, സ്റ്റോറി ഷെയർ ചെയ്യാം. അതില്ലെങ്കിൽ ഇതും വേറൊരു വൈബാണ്. എന്തായാലും നന്നായിട്ടുണ്ട്.
ഫ്രണ്ട്സ്, ഇതാണ് ടെൻറ്റിനകത്ത് നിന്നുള്ള ഫ്രണ്ടിലെ വ്യൂ, ലൈറ്റിൻ്റെ വ്യൂ. ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ആ മലയിലുള്ള ലൈറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, വണ്ടി പോകുന്നതും. ഈ ടെൻറ്റിന് ഫ്രണ്ടിലൊരു ലൈറ്റ് ഉണ്ട്, അത് ഓഫാക്കി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രാണികളും ചീവീടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഓഫാക്കിയത്. വേറെ സീനൊന്നുമില്ല. നമുക്കിനി മോർണിംഗ് ചെറിയ ട്രക്കിംഗ് ഉണ്ട്, 6 മണിക്ക് ചെറിയ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് മോർണിംഗ് കാണാം. ഇതാണ് മോർണിംഗ് വ്യൂ. നല്ല കിളികളുടെ സൗണ്ട് കേട്ടിട്ടാണ് ഉറങ്ങി എണീറ്റത്. അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്. മോർണിംഗ് നല്ല കിളികളുടെ സൗണ്ട് ഉണ്ട്, അത് കേട്ട് എണീറ്റത്. അലാമൊന്നും വേണ്ട, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ കോട കുറവാണ് പൊതുവെ. ആൾ പറഞ്ഞത് മഴക്കാലത്താണ് കോട ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്, ഇപ്പോൾ അധികം ഇല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വന്ന ഈ ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ അവസാനമാണ്. ഏപ്രിൽ അവസാനത്തേക്കാണ്. ഇന്നലെ കിടക്കുമ്പോൾ ഏകദേശം ഒരു 12 മണി അങ്ങനെയായി. രാത്രി തണുപ്പുണ്ട്, പക്ഷേ കാറ്റില്ല. കാറ്റുണ്ടെങ്കിൽ നമുക്ക് ആ തണുപ്പ് നന്നായി ഫീൽ ചെയ്യും. അപ്പോൾ തണുപ്പുണ്ടെങ്കിലും കാറ്റില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നോർമലായിട്ടൊരു തണുപ്പാണ് ഫീൽ ചെയ്തത്. വലിയ തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല ഈ മന്തിൽ. അധികം വെളിച്ചമൊന്നും വന്നിട്ടില്ല. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു മൂടിയ അന്തരീക്ഷമാണ്. ഇവിടെ ബ്രഷ് ചെയ്യാൻ പോവാണ്. ബ്രഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കാപ്പിക്കുടി കഴിഞ്ഞിട്ട് നേരെ ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്. നമുക്ക് ടെൻറ്റിനകത്ത് ഇരുന്നാൽ തന്നെ ഏകദേശം നല്ല രീതിയിൽ സൺറൈസ് കാണാൻ പറ്റും. ഇപ്പോൾ സൂര്യൻ പതുക്കെ 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 ഉയർന്നു വരുന്നുണ്ട്. ഒരു കാപ്പിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരുന്നാൽ അടിപൊളിയായിരിക്കും. കൂടാതെ നമ്മൾ മുകളിലേക്ക് പോകുന്നുമുണ്ട് ട്രക്കിംഗ്. പക്ഷെ ഇത് നല്ല വ്യൂ ആണ്. മോർണിംഗ് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. ഇന്നലത്തെ മഴയിൽ മരമൊക്കെ വഴിയിലേക്ക് വീണിട്ടുണ്ട്. നമ്മുടെ എൻട്രൻസ് ആണ് അവിടെ കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു, ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ മാത്രം റൂഫുള്ള ഒരു ഇതാണ്, ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പാണ്. ഇവിടെ ഇത് ഓപ്പണാണ്. പക്ഷെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ കത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവിടെ സെറ്റ് ചെയ്ത്. ഇത് ഓപ്പണാണ്. ഏകദേശം കുറേ പേരിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് സ്ഥലമാണ്. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും, പക്ഷേ അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. നമ്മൾ ആ കുന്നിലേക്കാണ് പോകുന്നത്. ചെറിയ വെയിൽ വന്നു തുടങ്ങി.
പക്ഷെ നല്ല സുഖമുള്ള വെയിലാണ്. ബോണിച്ചേട്ടൻ അവിടെ എത്തി. ആണ് മുകളിലുള്ള വ്യൂ. ഇവിടെയാണ് വന്നത്. പാറപ്പുറത്ത് നിന്നിട്ട് ഉള്ള വ്യൂ ആണത്. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല കാഴ്ചയാണ്. ചെറിയ ചെറിയ വീടുകളും വീട്ടിലുള്ള അറിയില്ല എന്തൊക്കെ സംഭവം. അപ്പുറത്തെ മലകൾ, സൂര്യൻ. നമ്മുടെ മുകളിലെത്തി കുറച്ചേരം ഇരുന്നു. സംഭവം അട്ടകളുണ്ട്. വന്നിട്ട് അപ്പോൾ അട്ടകൾ കയറി ഇവിടെ. അട്ടകളുണ്ട്. നമ്മൾ വരുന്ന വഴിക്കും ഒന്ന് രണ്ടെണ്ണം കാലിലുണ്ടായിരുന്നു, കയറിയിരുന്നു. അവിടെ മലയിൽ വെള്ളം ഒഴുകിയതുപോലെ, എന്താ സംഭവം എന്നറിയില്ല, വെള്ളച്ചാട്ടമാണോ, പക്ഷെ പാറയിൽ വെള്ളം ഒഴുകിയിട്ട് ഈ സൂര്യൻ്റെ ഇതുകൊണ്ട് വെളിച്ചം കൊണ്ട് റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല, പക്ഷേ ഒരു മുകളിൽ അടിപൊളി വ്യൂ ആണ്. ചെറിയ വെയിലുണ്ടെങ്കിലും നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട്. കോട്ട മുകളിൽ ഏതോ ആയോധന കല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പണ്ട് കാലത്തെ സിനിമകളിലെ പോലെ. ട്രക്കിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു. പുട്ടും കടലയും പപ്പടമായിരുന്നു. ഇവിടെ നോർമലായിട്ട് നെയ്ച്ചോറ്, ചിക്കൻ കറി, വെജിറ്റബിൾ കറി, പിന്നെ ചപ്പാത്തി ഉണ്ടാവാറ്. മോർണിംഗ് പുട്ട്, കടല, പപ്പടം. ഇന്നലെ ഞങ്ങൾ മൂന്നാർ ടൗണിൽ നിന്നും പിന്നെ ഇവിടെ വരുന്നതിന് മുന്നായിട്ട് കുറച്ച് അടുത്ത് കഴിച്ചിരുന്നു ഫുഡ്. പക്ഷെ ഒട്ടും നന്നായിരുന്നില്ല. ഇവിടെ ഫുഡ് പുറത്ത് വളരെ മോശമാണ്. പക്ഷെ ഇതുപോലെ സ്റ്റേ ചെയ്യുന്ന അവിടെ ക്യാമ്പിംഗ് സ്പേസിലൊക്കെ അത്യാവശ്യം നല്ല ഫുഡാണ്. ഇവിടെ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ജീപ്പിൻ്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് താഴേക്ക് നടക്കാനുണ്ട്. നമ്മൾ വന്ന വഴി പോലെ നടന്നു കഴിഞ്ഞാൽ അവിടെ ജീപ്പ് വരും. അവിടുന്ന് പോയി താഴെ പോയിട്ട് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക്, പാലക്കാട്.